ഡൽഹിയിലെ രാഷ്ട്രീയ യജമാനന്മാരെയും രാജ്ഭവനെയും ഭയന്നു വിറയ്ക്കുന്ന UDF സർക്കാർ കേരളത്തിന് അപമാനമാവുകയാണ്. സംസ്ഥാനത്തിന്റെ ഭരണഘടനാപരമായ പരമാധികാരം ഗവർണർക്ക് മുന്നിൽ പണയം വെച്ച മുഖ്യമന്ത്രി VD സതീശനെതിരെ കടുത്ത കടന്നാക്രമണവുമായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ രംഗത്തുണ്ട്. ചീഫ് സെക്രട്ടറിയെയും VC-മാരെയും വിളിച്ച് ഗവർണർ സമാന്തര യോഗം ചേർന്നത് മുഖ്യമന്ത്രി അറിഞ്ഞത് പത്രവാർത്തകളിലൂടെയാണെന്ന ഓഫീസ് വിശദീകരണം നാണം കെട്ട രാഷ്ട്രീയ പാപ്പരത്തമാണ്. LDF ഭരണകാലത്ത് ഗവർണറുടെ ഫെഡറൽ വിരുദ്ധ നീക്കങ്ങളെ മുഖ്യമന്ത്രി നേരിട്ട് കത്തെഴുതി നെഞ്ചു വിരിച്ച് നേരിട്ട ചരിത്രം ഓർമ്മിപ്പിച്ചാണ് പിണറായി വിജയൻ സതീശന്റെ ഭീരുത്വത്തെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വിചാരണ ചെയ്യുന്നത്. അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന്റെ മറവിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെയും സർവകലാശാല VC-മാരുടെയും സമാന്തര യോഗം വിളിച്ച് ഗവർണർ പരസ്യമായി ഭരണം നിയന്ത്രിക്കാൻ ഇറങ്ങിയിട്ടും നാണം കെട്ട മൗനവുമായി UDF സർക്കാരും മുഖ്യമന്ത്രി VD സതീശനും തുടരുകയാണ്. ഭരണഘടനയെയും ഫെഡറൽ തത്വങ്ങളെയും കാറ്റിൽ പറത്തിയുള്ള ഗവർണറുടെ ഈ നഗ്നമായ ഇടപെടലിനെതിരെ കടുത്ത ഭാഷയിലാണ് പ്രതിപക്ഷ നേതാവ് രംഗത്തെത്തിയത്. മുഖ്യമന്ത്രിയുടെ കസേരയിൽ ഇരിക്കുന്ന VD സതീശന്റെ ഭീരുത്വവും ദയനീയമായ കീഴടങ്ങലുമാണ് ഇതിലൂടെ പുറത്തു വരുന്നതെന്ന് അദ്ദേഹം തുറന്നടിച്ചു. ഗവർണർ സമാന്തര ഭരണം നടത്തിയത് മുഖ്യമന്ത്രി അറിഞ്ഞത് മാധ്യമ വാർത്തകളിലൂടെ മാത്രമാണെന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ വിശദീകരണം കേട്ട് കേരളം മൂക്കത്ത് വിരൽ വെക്കുകയാണ്. എക്സിക്യൂട്ടീവിന്റെ തലവനായ മുഖ്യമന്ത്രിയെ പോലും അറിയിക്കാതെ ഉദ്യോഗസ്ഥർ രാജ്ഭവനിലെ യോഗത്തിൽ പങ്കെടുക്കാൻ പോയെങ്കിൽ യഥാർത്ഥത്തിൽ കേരളം ഭരിക്കുന്നത് ആരാണെന്ന ചോദ്യമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാർ ഉള്ളപ്പോൾ മന്ത്രിസഭയുടെ ഉപദേശപ്രകാരം മാത്രം പ്രവർത്തിക്കേണ്ട ഗവർണറുടെ സമാന്തര ഭരണത്തിന് UDF കുട പിടിക്കുകയാണോ എന്ന് ജനങ്ങൾ സംശയിച്ചാലും അവരെ തെറ്റു പറയാനാവില്ല. ഇത്രയും വലിയൊരു ഭരണഘടനാ ലംഘനം നടന്നിട്ടും ഗവർണറെ നേരിട്ട് എതിർക്കാൻ ഭയന്ന് ചീഫ് സെക്രട്ടറിയെ കൊണ്ട് കത്തയപ്പിച്ച മുഖ്യമന്ത്രിയുടെ നടപടിയും രാഷ്ട്രീയ പാപ്പരത്തമാണ്. മുൻപ് LDF-ന്റെ ഭരണകാലത്ത് ഗവർണറുടെ ഭാഗത്തു നിന്ന് ഫെഡറൽ തത്വങ്ങൾക്ക് നിരക്കാത്ത ചെറിയൊരു നീക്കമുണ്ടായാൽ പോലും അപ്പോഴത്തെ മുഖ്യമന്ത്രി നേരിട്ടാണ് കത്തയച്ച് ശക്തമായി പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നത്. എന്നാൽ ഇന്നത്തെ UDF മുഖ്യമന്ത്രിക്ക് ഗവർണറെയും അദ്ദേഹത്തെ നിയന്ത്രിക്കുന്ന ഡൽഹിയിലെ രാഷ്ട്രീയ ശക്തികളെയും ഭയമാണെന്ന് പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഗവർണർക്കെതിരെ നേരിട്ട് പ്രതികരിക്കാൻ ഭയമുള്ളത് കൊണ്ടാണോ മുഖ്യമന്ത്രി ഒളിച്ചോടുന്നതെന്നാണ് പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നത്. സംസ്ഥാനത്തിന്റെ പരമാധികാരവും ഫെഡറൽ അവകാശങ്ങളും സംരക്ഷിക്കുന്നതിൽ UDF സർക്കാർ പരാജയപ്പെട്ടിരിക്കുന്നു. താൻ ആരുമായും സംഘർഷത്തിനില്ല എന്ന നിലപാട് ആവർത്തിക്കുന്നതിലൂടെ RSS BJP കേന്ദ്രങ്ങൾക്ക് മുന്നിൽ പൂർണ്ണമായി കീഴടങ്ങുകയാണ് VD സതീശൻ ചെയ്യുന്നത്. ഉദ്യോഗസ്ഥരല്ല, രാഷ്ട്രീയ നേതൃത്വമാണ് ഇത്തരം കനത്ത ഭരണഘടനാ ലംഘനങ്ങളിൽ ജാഗ്രത പുലർത്തേണ്ടത്. പ്രതികരിക്കാൻ പോലും ആകാതെ ഗവർണർക്ക് മുന്നിൽ സാഷ്ടാംഗം പ്രണമിക്കുന്ന UDF സർക്കാരിന്റെ ഈ ദയനീയ നിലപാട് കേരളത്തിന്റെ പൊതു താൽപര്യത്തിന് വിരുദ്ധമാണെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തി.